നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ എഴുതിയിരിക്കുന്ന പോലെ തന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻട്രാഡേ ട്രേഡിംഗ്. അതായത് ഇൻട്രാഡേ ട്രേഡിംഗ് കൊണ്ടിട്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു ട്രേഡിംഗ് ഇൻട്രാഡേയിലേക്ക് കിടക്കുമ്പോഴത്തേക്കും അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം. അല്ല എന്നിട്ട് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. പലപ്പോഴും ഇൻട്രാഡേ ട്രേഡിങ്ങിൽ എൻട്രി ചെയ്യുമ്പോഴത്തേക്കും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചുമായിട്ടാണ് എൻട്രി ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ പരാജയപ്പെടുന്നതും പ്രതീക്ഷയ്ക്ക് ഒത്ത് ചിലപ്പോൾ അത് വളരാത്തത് കൊണ്ടാണ് നമുക്ക് അത് ഡിസപ്പോയിൻറ്റ്മെൻ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ പുതുതായിട്ട് ഇറങ്ങാൻ താല്പര്യമുള്ളവരെല്ലാം കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇൻട്രാഡേ ട്രേഡിങ്ങിൻ്റെ ഒരു ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് വി ക്യാൻ സ്റ്റഡി ദ സ്റ്റോക്ക് മാർക്കറ്റ് ഫാസ്റ്റ് ആൻഡ് വെൽ. അതായത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ ഏറ്റവും വേഗത്തിലും നന്നായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രാഡേ ട്രേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യമാണ്. അതായത് ഒരുപാട് മാർക്കറ്റ് കണ്ടീഷൻസും നമുക്ക് മാറിയും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു കണ്ടീഷൻസിനനുസരിച്ചിട്ട് നമുക്ക് പല മാർക്കറ്റ് കാണാനും പറ്റും, അതുപോലെ തന്നെ അതെല്ലാം പഠിക്കാനും പറ്റും. നമ്മളൊരു പൊസിഷൻ ട്രേഡിംഗ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പൊസിഷൻ എടുക്കുമ്പോഴത്തേക്ക് 1-2 ടൈപ്പ് മാർക്കറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഷെയർ മാർക്കറ്റിനെ മനസ്സിലാക്കി എടുക്കാൻ വർഷങ്ങൾ ചിലപ്പോൾ വേണ്ടി വരും. പക്ഷേ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് നമുക്ക് അതുപോലെ ഫാസ്റ്റായിട്ട് മാത്രമല്ല നന്നായിട്ട് പഠിക്കാനും പറ്റും. കാരണം ടഫാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അത് കൂടുതൽ അതിന് വേണ്ടി ശ്രമിക്കാനായിട്ട് പറ്റും. കൂടുതൽ റിസോഴ്സസ് നമ്മൾ തേടിപ്പോവും. അപ്പോൾ അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും വി ക്യാൻ സ്റ്റഡി അവർ ഇമോഷൻസ് ആൻഡ് ചേഞ്ച് ഇറ്റ്. അതായത് പലപ്പോഴും നമ്മൾ ട്രേഡിങ്ങിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഇമോഷൻസാണ് നമുക്ക് എതിരായിട്ട് ഏറ്റവും കൂടുതൽ നിൽക്കാറുള്ളത്. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. കാരണം നമ്മൾ നോർമൽ ലൈഫിൽ അങ്ങനെ ഒരു വലിയ ഇമോഷൻ കൺട്രോളിങ്ങിൻ്റെ ആവശ്യമായിട്ട് വരുന്നില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇമോഷൻസ് വളരെ സ്പെഷ്യൽ, ചില പ്രത്യേക ഇമോഷൻസ് തീരെ സൂട്ടബിൾ അല്ല. അപ്പോൾ അത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും പലർക്കും അത്തരം ഇമോഷൻസ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമുക്ക് അറിയാൻ പറ്റില്ല. മാർക്കറ്റിലേക്ക് കിടക്കുമ്പോൾ മാത്രമേ നമുക്കെല്ലാം നഷ്ടപ്പെട്ടിട്ട് മാത്രമേ പലപ്പോഴും അറിയാൻ പറ്റുള്ളൂ നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്നില്ല എന്നുള്ളത്. ചിലർക്ക് ചിലർക്ക് പറ്റും, ചിലർക്ക് പറ്റില്ല. അപ്പോൾ പറ്റാത്തവർക്ക് അത് മാറ്റേണ്ടി വരും. പറ്റുന്നുള്ളവർക്ക് ഓക്കെയാണ്. എന്നാലും പറ്റുന്നുള്ളവർക്കും അതിൻ്റെ ഒരു ട്രെയിനിങ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന ജോലി ഇൻട്രാഡേ നമുക്ക് ചെയ്യാറുണ്ട്. നമ്മുടെ ഇമോഷൻസ് നമുക്ക് തന്നെ സ്റ്റഡി ചെയ്യാൻ പറ്റും, അതിനെ ചേഞ്ച് ചെയ്യാനും പറ്റും നമുക്ക് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട്. അല്ലാതെ ഡയറക്റ്റ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ എമൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടങ്ങൾ വരും. ഈ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ ഇൻട്രാഡേ ആകുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ക്യാപിറ്റലിലും തുടങ്ങാൻ പറ്റും. അടുത്ത് വി ക്യാൻ ഗെയിൻ എക്സ്പീരിയൻസ് അബൌട്ട് ദ മാർക്കറ്റ് മൂവ്മെൻറ്റ്സ്. അതായത് മാർക്കറ്റിൽ ഇൻട്രാഡേയിൽ ഒരുപാട് മൂവ്മെൻറ്റ്സ് ഉണ്ടാകും. ഫാൾസ് മൂവ്മെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാറുണ്ട്. നിഫ്റ്റിക്ക് അനുസരിച്ചിട്ട് പലപ്പോഴും ഇൻട്രാഡേ മാത്രമേ അങ്ങനെ വലുതായിട്ട് മൂവ് ചെയ്യാറുള്ളൂ. നിഫ്റ്റി മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി താഴേക്ക് വരുമ്പോഴത്തേക്കും ഏതെങ്കിലും സെക്ടർ താഴേക്ക് വരുമ്പോഴത്തേക്കും ഏതെങ്കിലും സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മുകളിലേക്കും താഴേക്കും പോകുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെയുള്ള മൂവ്മെൻറ്റ്സുകൾ നമുക്ക് ഇൻട്രാഡേയിൽ മാത്രമേ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇൻട്രാഡേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരം പല മൂവ്മെൻറ്റുകളും മറ്റ് പല കാര്യങ്ങളും ടെക്നിക്കലായിട്ടുള്ള പല കാര്യങ്ങളും ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ മറ്റ് വാക്കുകൾ സ്റ്റോക്ക് മാർക്കറ്റിലെ വാക്കുകൾ എന്തൊക്കെയാണ് ടെക്നിക്കൽ ടേംസ് എന്നുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാനായിട്ട് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഇൻട്രാഡേ ട്രേഡിംഗ് ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിത് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ലേൺ ടു ബിൽഡ് സ്ട്രാറ്റജീസ്, മണി മാനേജ്മെൻറ്റ്. നമ്മുടെ മണി മാനേജ്മെൻറ്റും ആണ് നമുക്കറിയാം ട്രേഡിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. മണി മാനേജ്മെൻറ്റ് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഷോർട്ട് ടൈമിൽ അങ്ങനെ തന്നെയാണ്, ലോങ് ടൈമിൽ അങ്ങനെയാണ്, ഇൻട്രാഡേയിൽ കൂടുതൽ അങ്ങനെയാണ്. അപ്പോൾ അത് നമുക്ക് പഠിക്കാനൊരു അവസരമായിട്ടാണ് നമുക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് ഉപയോഗിക്കേണ്ടത്.
അതുപോലെ തന്നെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ നമുക്കറിയാം. ഇൻട്രാഡേ ഫാസ്റ്റ് ചേഞ്ചിങ് ആയിട്ടുള്ള ഡൈനാമിക് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്ട്രാറ്റജി എപ്പോഴും ഉപയോഗിക്കാൻ പറ്റില്ല. ഏത് മാർക്കറ്റ് കണ്ടീഷനിൽ ഏത് സ്ട്രാറ്റജി ഉപയോഗിക്കണം എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇൻട്രാഡേയിൽ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊരു ഓപ്പർച്യൂണിറ്റിയാണിത് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഷോർട്ട് ടൈം ട്രേഡിംഗ് ഒന്നും നമുക്ക് അത്ര അങ്ങോട്ട് യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് സ്വന്തമായിട്ട് സ്ട്രാറ്റജി ഓരോരുത്തരും യുണീക്കാണ്. അപ്പോൾ മറ്റൊരാളുടെ സ്ട്രാറ്റജി മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല. അതിൽ നിന്നൊക്കെ ഐഡിയാസ് ഉൾക്കൊള്ളാൻ മാത്രമേ പറ്റുള്ളൂ. എന്നിട്ട് സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി എല്ലാവർക്കും ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ്. അടുത്ത് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫാസ്റ്റ് ചേഞ്ച് ഡൈനാമിക് മാർക്കറ്റ്. അതും നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ചേഞ്ച്, ഇൻട്രാഡേ മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഡൗൺ വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് തന്നെ വളരെ പെട്ടെന്ന് റിവൈസ് ചെയ്ത് മുകളിലേക്ക് പോകാം. അതുപോലെ തന്നെ ഡൈനാമിക്കാണ്, അത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ നേച്ചർ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് മാർക്കറ്റിൽ ആ ഒരു നേച്ചർ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്ട് ടൈമിൽ അതിനേക്കാളും കുറച്ച് ഡൈനാമിക്കാണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചേഞ്ചിങ് അത്രയ്ക്കല്ല ഷോർട്ട് ടൈം. അതുപോലെ ലോങ് ടൈമിൽ നമ്മൾ പോകുന്നതിനനുസരിച്ച് ആ ഒരു ചേഞ്ചസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് ഒക്കെ നമുക്ക് ഇൻട്രാഡേ ട്രേഡിങ് സഹായിക്കും. അടുത്ത് വി വിൽ ലൂസ് നത്തിങ് ബട്ട് ഗെയിൻ എ ലോട്ട് ഇഫ് ഡൺ പ്രോപ്പർലി. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പലപ്പോഴും സംഭവിക്കാറുള്ളത്, നമുക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഗെയിൻ എ ലോട്ട്, അതായത് നമ്മൾ ഇൻഫർമേഷൻ ആയിട്ടായാലും നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ടായാലും നമുക്ക് മറ്റ് നോളജ് ആയിട്ടായിരുന്നാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇൻട്രാഡേ ചിലപ്പോൾ ചിലർക്ക് പ്രോഫിറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അത് ഉറപ്പാണ്. നമ്മൾ കുറച്ച് നാൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കും. അപ്പോൾ അത് ഉറപ്പായ കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വി വിൽ ലൂസ് നത്തിങ് എന്നുള്ളതാണ്. ഈ ഒരു കാര്യമാണ് നമ്മൾ വളരെയധികം നോക്കേണ്ടത്. പലപ്പോഴും സംഭവിക്കാറുള്ളത് വി വിൽ ലൂസ് എവരിതിങ്, അതാണ് സംഭവിക്കാറുള്ളത്. അതായത് നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കും ഇത്ര ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നത്. ഇൻഫർമേഷനും മറ്റു കാര്യങ്ങളും നോളജും ഒക്കെ പഠിച്ചിട്ട് അവസാനം നോളജൊക്കെ മനസ്സിലായ ശേഷമായിരിക്കും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വി വിൽ ലൂസ് നത്തിങ് എന്നുള്ള പാർട്ട്. അതായത് നമ്മളാണ് തീരുമാനിക്കുന്നത് നമുക്ക് എത്ര രൂപയ്ക്ക് ട്രേഡ് ചെയ്യണമെന്നുള്ളത്. എത്ര രൂപയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് ചെയ്താലും 1 ലക്ഷം രൂപയ്ക്ക് ചെയ്താലും കിട്ടുന്ന റിസൾട്ട് ഒന്ന് തന്നെയാണ്. നമ്മൾ ഒന്നുകിൽ വിജയിക്കും അല്ലെങ്കിൽ പരാജയപ്പെടും. ആദ്യമേ ലാഭം നോക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യുന്നത് മണ്ടത്തരമാണ്. നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാത്തിലും ഉണ്ടാവണം. ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസും നോളജുമാണ്, അല്ലാതെ ക്യാഷ് അല്ല ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഒരു ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് ലോക്കായിട്ട് ഒരു ഫണ്ടും അവിടെ പോകുന്നില്ല. ഇൻട്രാഡേയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം രാവിലെ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ആ ക്യാഷ് തിരിച്ചിട്ടുന്നു. അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അത് നമ്മൾ ക്യാഷിനെ തന്നെ യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും നോളജും നമ്മുടെ എക്സ്പീരിയൻസും ആയിരിക്കണം. നമ്മുടെ സ്ട്രാറ്റജീസും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പരാജയപ്പെടുന്നത്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് നേടിയെടുക്കാൻ സമയം ആവശ്യമാണ്. ആ സമയം നമുക്ക് ഇൻട്രാഡേയിലൂടെയാണ് നമ്മൾ ആ ഒരു നോളജൊക്കെ നേടിയെടുക്കാൻ ഏറ്റവും എളുപ്പവും വളരെ ടൈം കൺസ്യൂമിങ് അല്ലാത്തത്, വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്നത്. അപ്പം അത് നേടിയെടുക്കുന്ന സമയത്ത് നമ്മൾ നഷ്ടം വരുത്തി വയ്ക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. ഓരോരുത്തരുടെയും ചെറിയ ക്യാപിറ്റൽ എത്രയെന്ന് വെച്ചാൽ വളരെ ചെറുതായിരിക്കും. ചിലർക്ക് 100 രൂപയായിരിക്കും, ചിലർക്ക് 1000 രൂപയായിരിക്കും, ചിലർക്ക് 10000 രൂപയായിരിക്കും ചെറിയ ക്യാപിറ്റൽ. പക്ഷേ ഈ ഒരു ക്യാപിറ്റൽ പൂർണ്ണമായും മൾട്ടിപ്പിൾ ടൈംസ് ചിലപ്പോൾ നഷ്ടം വന്നേക്കാം എന്നുള്ള കാൽക്കുലേഷനിൽ മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ മിനിമം ക്യാപിറ്റലിൻ്റെ ഒന്നും ഒരു ആവശ്യകതയില്ല. അപ്പോൾ നമുക്ക് 100 രൂപയ്ക്ക് ട്രേഡ് ചെയ്ത് ഒരു മാസം ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും 100 രൂപ എന്നുള്ളത് 105 രൂപ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ 1,05,000 രൂപ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ 100 രൂപ ഇട്ട് 105 ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നമ്മൾ എന്തുകൊണ്ടാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ തുടങ്ങുന്നത് എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ്. അതായത് വൺസ് മാസ്റ്റേർഡ് ഇൻ ഇൻട്രാഡേ എവരിത്തിങ് എൽസ് വിൽ ബി ഈസി. അതായത് നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻട്രാഡേ ട്രേഡ് ചെയ്താണ് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കാനും സമയവും ഒരുപാട് എടുക്കില്ല. മാത്രമല്ല ഇൻട്രാഡേ ട്രേഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മറ്റ് ഷോർട്ട് ടേമും അതുപോലെ തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് മറ്റ് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിരിക്കും. കാരണം ഇൻട്രാഡേ ആണ് ഏറ്റവും ടഫായിട്ടുള്ള കാര്യം. അപ്പോൾ അതിൽ പഠിച്ചിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഷോർട്ട് സെല്ലിംഗ് അഡ്വാൻറ്റേജ് ആണ്.
ഇൻട്രാഡേക്ക്. നമുക്ക് മറ്റ് കാര്യങ്ങൾ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ വാങ്ങാൻ മാത്രമേ പറ്റുള്ളൂ. വാങ്ങി വച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അതായത് വില കൂടിക്കഴിഞ്ഞ മാർക്കറ്റുകളിൽ മാത്രമേ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറൊക്കെ എടുക്കേണ്ടി വരും. ഫ്യൂച്ചർ എടുക്കുമ്പോഴത്തേക്കും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ട് സൈസ് ഭയങ്കര വലുതാണ്. അപ്പോൾ വലിയ ക്യാപിറ്റൽ ഉള്ളവർക്ക് മാത്രമേ അത് അഫോർഡബിൾ ആവാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അത് അഫോർഡബിൾ ആയിട്ട് ഷോർട്ട് സെല്ലിങ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇൻട്രാഡേ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം പലപ്പോഴും മാർക്കറ്റ് മുകളിലേക്ക് മാത്രമായിരിക്കില്ല പോകുന്നത്. പ്രത്യേകിച്ച് ഈ കൊറോണ സമയങ്ങളിലൊക്കെ മാർക്കറ്റ് ഡൗൺ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ വെറുതെ ഇരിക്കേണ്ട അവസ്ഥയാണ്. മറിച്ച് ഷോർട്ട് സെല്ലിങ് എന്നുള്ള, എന്തായാലും നമുക്ക് വളരെ മാർക്കറ്റ് ഡൗൺ ആവും എന്നുള്ള കാര്യം ഏകദേശം നല്ല ഉറപ്പാണ്. അപ്പോൾ ഷോർട്ട് സെല്ലിങ് എന്നുള്ളൊരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ ഇൻട്രാഡേയിൽ പറ്റും. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യാം, നമുക്ക് ഈസി ആയിരിക്കും. നമുക്ക് അഡ്വാൻറ്റേജ് അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യേണ്ട. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ മുതലാക്കാനായിട്ട് പറ്റൂ. നമുക്ക് ഒരുപാട് അവസരങ്ങൾ വരും, ഒരു വർഷത്തിൽ ഒരുപാട് അവസരങ്ങൾ വരും. എല്ലാ ദിവസവും അവസരങ്ങൾ വരുമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരുപാട് അവസരങ്ങൾ വരും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിങ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്തരം സന്ദർഭങ്ങളിൽ മാത്രം ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വളരെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. മറ്റ് നമ്മളെപ്പോഴും നമുക്ക് അത്ര ഷ്യൂർ അല്ലാത്ത, ഉറപ്പില്ലാത്ത സമയങ്ങളിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും വലിയ നഷ്ടങ്ങൾ സംഭവിക്കാൻ കാരണം. അപ്പോൾ ഷോർട്ട് സെല്ലിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻട്രാഡേയിൽ. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാര്യം പറയാനുള്ളത്, ഇൻട്രാഡേ എന്ന് പറയുന്നത് ഒരു എക്സാമാണ് ശരിക്കും. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡിമാറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കറെ അക്കൗണ്ട് എടുത്തിട്ട് കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിച്ചിട്ട് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എൻട്രി ആയി എന്നുള്ളതാണ്. പക്ഷേ എൻട്രി മാത്രമേ ആവത്തുള്ളൂ. നമ്മുടെ ലക്ഷ്യം സ്റ്റോക്ക് മാർക്കറ്റിൽ എൻട്രി ആവുക എന്നുള്ളതല്ല, നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇൻട്രാഡേ എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇൻട്രാഡേ ട്രേഡിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻട്രാഡേ എന്ന് പറയുന്നത് ഒരു എക്സാമാണ്. അതായത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി, എക്സാമിന് മുമ്പ് നമ്മൾ കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ എൻഡ് ഓഫ് ഇൻട്രാഡേ ട്രേഡിങ്ങിന് നമ്മൾ പ്രോസസ്സ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ എക്സാമിലേക്ക് എടുക്കും. അത് പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലെ എൻട്രി വളരെ ഈസി ആയിട്ട് മാറും. അപ്പോൾ ഇതിനൊരു എക്സാമായിട്ട് വേണം നമ്മൾ ഇൻട്രാഡേ ഒരു എക്സാമായിട്ടാണ് മെയിനായിട്ട് കരുതേണ്ടത് എന്നർത്ഥം. പുതുതായിട്ട് വരുന്നവരുടെ കാര്യമാണ് പറയുന്നത്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ, പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് തെളിയിച്ച ആൾക്കാർക്ക് അത് എക്സാം ആവണമെന്നില്ല. അത് അവർക്കിത് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള മെത്തേഡായിരിക്കും. പിന്നെ മാർക്കറ്റിനെ ഡൈനാമിക്കാണ്, മാർക്കറ്റിനെ ടൈം ടു ടൈം നമുക്ക് മനസ്സിലാക്കാനും അത് യൂസ് ചെയ്യാം. ഞാൻ പറയുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇൻട്രാഡേയെ പ്രൈമറി ഒരു എക്സാം ആയിട്ടാണ് കരുതേണ്ടത്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനും അതിൽ നമുക്ക് കഴിവുണ്ടോ, എല്ലാവർക്കും കഴിവ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു 3-4% ആൾക്കാർ മാത്രമേ ഇൻട്രാഡേയിൽ വിജയിക്കാറുള്ളൂ. ബാക്കി കൂടുതൽ ആൾക്കാരും ഷോർട്ട് ടൈമിൽ വിജയിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് തീരെ സൂട്ടബിൾ അല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കേണ്ടത് ഇതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമുക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഇൻട്രാഡേ ഒരു എക്സാമായിട്ട് നമുക്ക് പരിഗണിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് അടുത്ത പോയിൻ്റ്. ഇന്ന് പറയാൻ പോകുന്നത്, ഇനി നമ്മൾ ഈ എക്സാം എല്ലാം പാസ്സായി, ഇൻട്രാഡേ എല്ലാം നമ്മൾ നല്ലവണ്ണം പഠിച്ചു കഴിഞ്ഞു, നമുക്ക് കോൺഫിഡൻ്റ് ആണ്, നമുക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര എക്സ്പെക്റ്റ് ചെയ്യണം എന്നുള്ള. പലരും മാർക്കറ്റിലേക്ക് വരുന്നത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ്. പലരും വിചാരം ലിവറേജ് 10 ഇരട്ടി കിട്ടുമല്ലോ, 20 ഇരട്ടി കിട്ടുമല്ലോ, അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം തന്നെ 50-100% കിട്ടും എന്നുള്ള വിചാരത്തിലാണ് പലരും വരുന്നത്. അത് വളരെ തെറ്റായ ധാരണയാണ്. അത് കിട്ടുന്നത് പോലെ തന്നെ പോവുകയും ചെയ്യും. നമുക്ക് ഇന്നൊരു 100% കിട്ടിക്കഴിഞ്ഞാൽ നാളെ 80% പോകുമ്പോൾ ബാക്കി അതിൽ 20% മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ആവുള്ളൂ. അപ്പോൾ അത് പലപ്പോഴും പലരും കാൽക്കുലേറ്റ് ചെയ്യാറില്ല. നമുക്ക് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതെല്ലാം നമ്മൾ സക്സസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർ ഒരു 5% to 10% മന്ത്ലി ഇൻട്രാഡേയിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പല കാര്യങ്ങളും പല ടെക്നിക്കലും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഈ ചാനലിൽ.
വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും പല ടെക്നിക്കുകളും ഉണ്ട്, പല ട്രിക്കുകളും ഉണ്ട്, അതെല്ലാം വരുന്നുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു ബ്ലാങ്കായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ പഠിച്ച് വരുമ്പോഴത്തേക്കും ഈ ടെക്നിക്കുകൾ കൂടി ഉപയോഗിച്ച് നമുക്ക് സക്സസ് ആവാൻ വളരെ സിമ്പിളാണ്. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ പലരും അതിനുള്ള ഒരു ക്ഷമ കാണിക്കാറില്ല. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വരാനും ഇൻട്രാഡേ ആദ്യ കാലങ്ങളിൽ ഒരു പഠന ഉപകരണമായിട്ട് കാണാനും പലരും ശ്രമിക്കാറില്ല. പലർക്കും വന്ന ഉടനെ തന്നെ പ്രോഫിറ്റ് വേണം, ലാഭം വേണം. അതും ചെറിയ ലാഭമൊന്നും പോരാ, ഭയങ്കര വലിയ ലാഭം തന്നെ വേണം. പഠിക്കാൻ ആരും തയ്യാറല്ല. പലരുടെയും വിചാരം പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെ ഇവിടെയൊക്കെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടും ടെക്നിക്കൽ അനാലിസിസും തുടക്കവും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴത്തേക്കും എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പലരുടെയും വിചാരം. പക്ഷേ അങ്ങനെയല്ല. ഒരു 3 വർഷമെങ്കിലും മിനിമം എടുക്കും നമ്മുടെ ട്രേഡിങ് പഠിച്ച് നല്ല രീതിയിൽ വരാൻ. അതും ഓരോരുത്തരുടെയും ആൾക്കാരുടെ അനുസരിച്ച് വ്യത്യാസപ്പെടും. വളരെയധികം വേരി ചെയ്യും. ചിലർക്ക് 1 മാസം കൊണ്ട് തന്നെ പഠിക്കാൻ പറ്റും, ചിലർക്ക് 3 വർഷം കഴിഞ്ഞാലും നമുക്ക് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അതൊക്കെ ഓരോരുത്തരുടെയും കഴിവ് പോലെയാണ് ഇരിക്കുന്നത്, ഓരോരുത്തരുടെ ഇൻ്റലിജൻറ്റ് ലെവലൊക്കെ പോലെയാണ്. അത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. എന്നാലും പലരും മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. അതുകൊണ്ട് ടൈം കൂടുതൽ എടുക്കാറുണ്ട്. അപ്പോൾ ഇൻട്രാഡേയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു മന്തിൽ 5 to 10% കിട്ടും എന്ന് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് മാത്രം ആണ് നമ്മൾ ഈ ട്രേഡിങ്ങിലേക്ക് കടക്കേണ്ടത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ കഴിഞ്ഞാൽ മാത്രമേ അൺറിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ അപ്രോച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓവർ ട്രേഡ് ചെയ്യും. കാരണം 5 to 10% ഒരു 5 to 10% ഡെയിലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വരുന്ന ആൾ അത് കിട്ടുന്നവരെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ലാഭം എന്നുള്ളത് നഷ്ടത്തിലേക്ക് പോകും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ. ഈ ഒരു ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ഇൻട്രാഡേ ട്രേഡിങ് കാണേണ്ടതും ചെയ്യേണ്ടതും. അല്ല, ഇപ്പോൾ ഇതിൻ്റെ ദോഷവശങ്ങൾ ഒരുപാടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഈ ദോഷവശങ്ങളുടെ പുറത്ത് നിന്നാണ് പലരും ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പലരും പരാജയപ്പെടുന്നത്. ഇതിൻ്റെ ഗുണം ആദ്യം മനസ്സിലാക്കി, ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും വൈകുന്നേരം റിസൾട്ട് കിട്ടുന്നുണ്ട്. ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും വൈകുന്നേരം റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിലും ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. ലോങ് ടൈമിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ സക്സസ് ആവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ശരി.